സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് ആ ഒരു അളവ് പാത്രത്തിൽ തന്നെ 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ഈ ഒരു റവ കുതിർന്നിട്ട് കുറച്ചുകൂടെ കുറുകിയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കുന്നതാണ്. റവ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കാര്യം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ജാറിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു റവ കംപ്ലീറ്റ് വെള്ളത്തോടെ കൂടി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ ഒരു ബൗളിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ കട്ടകളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു ചെറിയൊരു അളവിൽ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതായത് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു ചെറിയൊരു അളവിൽ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായ ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 1.5 തവി അളവിൽ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വേഗം തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ ഒരു പരുവത്തിൽ ആവുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. തിരിച്ചും മറിച്ചും ഒരു 3-4 വട്ടം തിരിച്ചും മറിച്ചും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.